എല്ലാവർക്കും നല്ലൊരു നമസ്കാരമുണ്ട്. എപ്പോഴത്തെയും പോലെ എൻ്റെ ചാനലിൽ ഒന്നില്ലെങ്കിൽ കൃഷി വീഡിയോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ഒക്കെയാണല്ലോ ഇടുക. ഇന്നും അത് പതിവൊന്നും തെറ്റിക്കുന്നില്ല. ഇന്നും ഒരു കൃഷി സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇടുന്നത് കേട്ടോ. ഇത് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു ഓരമാണ് കേട്ടോ. ഇവിടെ കുറച്ച് കൂവച്ചെടികളൊക്കെ നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ആയിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുമല്ലോ, പുഴക്കിയെടുക്കുമല്ലോ, അതിൻ്റെ തുണ്ട് മുറിയൊക്കെ നമ്മൾ അവിടെ ഇടുമ്പോൾ അതിൽ നിന്ന് മുള പൊട്ടി ചെടിയായി വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ മുൻവശം ആയതുകൊണ്ട് തന്നെ ഇത്രയും ഒന്നിച്ച് നിന്നാൽ ഇവിടെ ആകെ കാട് നിറയും. ഒന്നാമത് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ കാടിനുള്ളിൽ ഒരു വീട്, അതുതന്നെയാണ് സംഭവം. കാരണം നമ്മുടെ ഈ പരിസര പ്രദേശത്തൊക്കെ വീടിന് ചുറ്റുമായിട്ട് ഒരു കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ തവണ വരെ നിറയെ റബ്ബറായിരുന്നു ഉണ്ടായിരുന്നത്. ആ റബ്ബറെല്ലാം മുറിച്ച് മാറ്റി ഇപ്പം നമ്മൾ റീപ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുരുമുളക് വെക്കാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ റബ്ബർ മുറിച്ച് മാറ്റിയതോടുകൂടി ഇവിടുത്തെ ചോലയൊക്കെ മാറിയതും ചുറ്റും നിറയെ പുല്ലും ചെടികളൊക്കെ നന്നായി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി കുവയും കൂടെ മുൻവശത്ത് ഒരു കാട് പിടിച്ച് കിടക്കണ്ടെന്ന് വിചാരിച്ച് വന്നതിൽ നിന്ന് കുറച്ചെല്ലാം പുഴക്കിയെടുത്ത് മാറ്റി നടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിനുള്ള ഏരിയയെല്ലാം നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സമയത്ത് ഇടുമ്പോൾ നടുന്ന സമയത്ത് ഏരിയ എടുത്തിട്ടാണ് കേട്ടോ ഈ കുവയൊക്കെ നടുക. മഴയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ കയറുന്നുള്ളത് കൊണ്ട് ഇതുപോലെ ഏരിയ എടുത്തിട്ട് നന്നായിട്ട് കുവ ഉണ്ടാവുകയും ചെയ്യും എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ നടുന്നത്. പക്ഷേ എത്രത്തോളം കിട്ടും എന്ന് നമുക്കത് കാര്യമായിട്ട് അറിയില്ല. കാരണം ഇത് നട്ട് കുറച്ചാകുമ്പോഴേക്കും തന്നെ എലിയും പെരിച്ചാഴിയും പന്നിയൊക്കെ വന്ന് അതിൻ്റെ ജോലികൾ വൃത്തിക്ക് തന്നെ ചെയ്യും. അപ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് കിട്ടുന്നത് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. എല്ലാ വർഷവും കുവയും ചെറുകിഴങ്ങും കൊള്ളിക്കിഴങ്ങും അങ്ങനെയെന്ന് പറഞ്ഞ് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള കൃഷികളെല്ലാം നമ്മളിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ പകുതിയും പന്നിയും എലിയും പെരിച്ചാഴിയൊക്കെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിരുന്നാലും ചെയ്യേണ്ടത് മുടക്കം കൂടാതെ എപ്പോഴും ചെയ്തു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ തവണ കുവ പുഴക്കെടുത്തതിൻ്റെ വേരുള്ള ഭാഗവും തുണ്ടും മുറിയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ എടുത്തതിൻ്റെ വേസ്റ്റൊക്കെ കാണുമല്ലോ, അതെല്ലാം ഒരു ഭാഗത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം മുള പൊട്ടി അതും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നട്ടു കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി ആകുമ്പോഴാണ് നമുക്ക് 2 ഏരിയയിൽ നടാൻ തികയുള്ളൂ കേട്ടോ. പക്ഷേ എല്ലാവിടെയും അവിടെ 2, 3 ചെടികളായിട്ട് ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തോ അതിലൊന്നും പോയിട്ട് അധികം കൈവയ്ക്കാറില്ല എലിയും പന്നിയൊന്നും. നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഏരിയൊക്കെ എടുത്ത് അതിൽ നമ്മൾ കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നുണ്ടല്ലോ, അതിലൊക്കെയാണ് വന്നിട്ട് ആദ്യം ഇവന്മാർ വന്ന് ആക്രമിക്കുക കേട്ടോ. നേരത്തേക്ക് അത് നട്ടാലുണ്ടല്ലോ നിറയെ നമുക്ക് കൂവ കിട്ടാറുണ്ട്. നല്ല നീളത്തിലും വണ്ണത്തിലും പറഞ്ഞാൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഈ വക ജീവികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമല്ല ചേമ്പ്, ചേന, കാച്ചിൽ അങ്ങനെ എല്ലാം നമുക്കിവിടെ ഈ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഒരു ഏരിയയിൽ മാത്രമാണ് കേട്ടോ കൂവ നട്ടത്. കൂവ നട്ടതിന് ശേഷം വേറൊരു നടിയിലൂടെ ഉണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ചെറുകിഴങ്ങ് കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ ചെറുകിഴങ്ങ് പുഴക്കിയപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് ഒരു കൊട്ടയിൽ കുറച്ച് മരപ്പൊടി ഇട്ട് അതിനകത്ത് വെച്ചതായിരുന്നു. ഇപ്പോൾ അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. കൊട്ടയ്ക്കകത്തിരുന്ന് തന്നെ അതെല്ലാം മുളച്ചു കേട്ടോ. കാരണം അതിൻ്റെ ഒരു മുളയ്ക്കേണ്ട പാകമാകുമല്ലോ. ആ സമയമാകുമ്പോൾ മരപ്പൊടിയാണെങ്കിലും ശരി, ഞങ്ങൾക്ക് മണ്ണില്ലെങ്കിലും ഞങ്ങൾ മുളച്ച് വലുതാക്കും എന്ന ഒറ്റ ദൃഢനിശ്ചയത്തിൽ നന്നായിട്ട് തന്നെ മുള പൊട്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മളൊന്ന് വേർതിരിച്ച് ഏരിയയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നിച്ച് കൂട്ടത്തോടെ ഇട്ട കാരണം അതിൻ്റെ വള്ളികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റി തിരിഞ്ഞ് കിടക്കുകയാണ്. അതിനെല്ലാം നമ്മൾ വേർതിരിച്ചെടുത്ത് ഏരിയയിൽ നടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വള്ളികളെല്ലാം കണ്ടില്ലേ, നല്ല നീട്ടം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വള്ളി തൊടുമ്പോൾ സൂക്ഷിക്കുകയും കൂടെ വേണം. കാരണം ഇതിന് ചെറിയ മുള്ളുകളുണ്ട്. ഈ മുള്ളുകൾ നമ്മുടെ കയ്യിൽ കൊള്ളാതെയും പോറാതെയൊക്കെ വേണം നമുക്ക് ഇതിൻ്റെ വള്ളികളെല്ലാം അടർത്തി മാറ്റി നമുക്ക് നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കുറച്ച് നേരത്തെ ചെയ്തു കൊടുക്കേണ്ട ഒരു കൃഷിയാണ് കേട്ടോ. കാരണം മഴക്കാല ആരംഭത്തിൽ തന്നെ നമ്മളിത് ചെയ്തു കൊടുക്കണം. ചില കാരണങ്ങൾ കൊണ്ടും കുറച്ചധികം മടി കൊണ്ടും നമ്മളിതെല്ലാം ചെയ്യാൻ വൈകി. പിന്നെ മഴ ഇത്തവണ വളരെ പതുക്കെയാണ് പെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല നമുക്ക് ആ സമയത്ത് നടാനായിട്ട്. മഴയ്ക്കെല്ലാം മടിച്ച് നിൽക്കുകയാണല്ലോ മഴ പെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇതെല്ലാം നട്ടു കൊടുത്തു കേട്ടോ. പിന്നെ ഇത് നട്ടു കൊടുത്താൽ മാത്രം പോരാ, അതിന് അത്യാവശ്യം വേണ്ട പരിചരണം കൂടെ കൊടുത്താൽ മാത്രമേ നമുക്കത്
കുറച്ചെങ്കിലും വിളവ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെറുകിഴങ്ങിന് ആവശ്യമായിട്ടുള്ള താങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള മുളയാണത്, പെന്നോടെയാണ് കേട്ടോ. ഇത് നമ്മുടെ കാലാവസ്ഥൻ്റെ മാറ്റം കൊണ്ടോ മണ്ണിൻ്റെ മാറ്റം കൊണ്ടോ ആണ് ഇത്രയധികം വണ്ണം വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ പെന്നോട ഇത്രയും വണ്ണമൊന്നും ഉണ്ടാവാറില്ല. അതിന്ന് കുറച്ച് വെട്ടിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ചെറുകിഴങ്ങിൽ താങ്ങായി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് വെട്ടാൻ വേണ്ടിയിട്ട് വാക്കത്തി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനായിട്ട് കയറൊന്നും കൊണ്ടുവന്നിരുന്നില്ല. എന്നിരുന്നാലും സാരമില്ല, നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കയറുണ്ടല്ലോ. വാഴനാരെടുത്ത് നമ്മൾ ഈ മുറിച്ച് വെച്ച നമ്മുടെ പെന്നോടകളെ എല്ലാം കെട്ടി പൊതിഞ്ഞ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് എടുത്തു കൊണ്ടുപോയതിന് ശേഷം ചെറുകിഴങ്ങിന് താങ്ങായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെയെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ താങ്ങ് കഴിഞ്ഞ വർഷം വെച്ചതാണ്. അതിന് വലിയ കേടുപാടുകളൊന്നുമില്ല. അപ്പോൾ ചെറിയ താങ്ങുകളാണ് നമ്മൾ ഈ ഓടകളായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഓടയിലെല്ലാം ചെറുകിഴങ്ങിൻ്റെ വള്ളി പടർന്ന് കയറി നല്ല രീതിക്ക് നമുക്ക് കിഴങ്ങുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ വെച്ച ഈ വള്ളി നേരത്തെ വന്നിട്ടുണ്ടല്ലോ, മുള പൊട്ടിയ ആ വള്ളികളെല്ലാം നമ്മൾ ഈ ഓടയ്ക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ അതിലെല്ലാം കയറി പടർന്ന് കിട്ടും. അപ്പോൾ അതെല്ലാം നമ്മൾ വെച്ചിട്ടുമുണ്ട്. അതിൻ്റെ ചുവട്ടിൽ വള്ളികളെല്ലാം ചെറിയ രീതിയിൽ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനി അങ്ങനെ കയറി പിടിച്ചോളും. ഇത് കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതിന് മണ്ണൊക്കെ കൂട്ടി വളമൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കിഴങ്ങുണ്ടാവും എന്നാണ് വിശ്വാസം. പക്ഷേ അത്യാവശ്യം കൂവയും ചെറുകിഴങ്ങും വളർന്നു വന്നതോടുകൂടി നമ്മുടെ എലി ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കൂവയുടെ ചുവട്ടിൽ എലി പോട് കൂട്ടിയിട്ടുണ്ട്. അതിനകത്തിന് എത്ര കിട്ടും എന്നുള്ളതിന് വലിയ ഉറപ്പൊന്നുമില്ല. എങ്കിലും ചെടികളൊക്കെ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും നോക്കാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ദയവ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്കും കമൻറ്റും എല്ലാവിധ സപ്പോർട്ടും തരണേ. താങ്ക്